ഹായ് ഡിയേഴ്സ്. അപ്പോഴേ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ വീഡിയോയിൽ ഒരു അടിപൊളി ഗിവ് അവേ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഫുള്ളായിട്ട് കണ്ടിട്ട് ഇതിൽ എന്താണ് ഞാൻ പറയണത് അത് കേട്ടിട്ട് അതിനൊരു കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ഗിഫ്റ്റ് ഞാൻ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. കുഞ്ഞു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ലാസ്റ്റ് തന്നെ പറയാം എന്താണ് ഗിഫ്റ്റ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പോകുന്നു പറയുമ്പോൾ ഇലക്ട്രോണിക് സിറ്റി തന്നെയാണ്. ഇലക്ട്രോണിക് സിറ്റിയോട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ ഒരു കമ്പനി ഉണ്ടോ, ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻഫോസിസിന്റെ ഏരിയ കൂടിയാണ്. അപ്പോൾ അവിടെ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ താമസിക്കുന്നതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പരിചയമാണ്. രാത്രിയിൽ 12 മണിക്ക് അല്ല 1 മണിക്ക് 2 മണിക്ക് വിട്ടാലും കണ്ണടച്ച് വിട്ടാലും ഞാൻ ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല പരിചയമാണ്. അപ്പോൾ ഞാൻ ഇന്ന് പോയപ്പോൾ ഒരു വീഡിയോ എടുത്താൽ വേറെ ഒന്നുമല്ല, ചുമ്മാ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തൊക്കെയോ ഒരു നൊസ്റ്റാൾജി അടിച്ചെന്ന് പറഞ്ഞില്ലേ, അന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. കാരണം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ ഒക്കെ പേരായിരുന്നു ഇൻഫോസിസ് ഒക്കെ. പക്ഷേ കുറേ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളും ഒക്കെ കൊണ്ട് നടന്ന ഒരു സംഭവം കൂടിയായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല, അതെന്തായാലും പോട്ടെ വിട്. അപ്പോൾ അതിനുശേഷം നമുക്കൊരു കാര്യം ചെയ്ത് നമ്മുടെ ഗിവയിലേക്ക് വരാം. അപ്പോൾ നമ്മളിത് നേരെ ഇങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം ഇപ്പം നല്ല ഹാപ്പി ആയിട്ടാണ് ഞാനും പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് ആദ്യമേ തന്നെ പറയട്ടെ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പറയുമ്പോൾ ഇന്ന് ഞാൻ പോകുന്ന ഒരു പ്ലേസ് ഉണ്ട്. അത് മിക്കവാറും ഇലക്ട്രോണിക് സിറ്റിയിലുള്ള മിക്ക ആൾക്കാരും പോകുന്ന ഒരു സ്ഥലം കൂടി ആയിരിക്കും. അപ്പോൾ അത് ആർക്കെങ്കിലും കറക്റ്റായിട്ട് ഞാൻ എന്താ പറയുക ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു പകുതി വഴി വരെ കാണിച്ചു തരുന്നുണ്ട്. അതിനുശേഷം ഞാൻ എങ്ങോട്ടാണ് മിസ്സാവുന്നതെന്നുള്ള ഒന്ന് കണ്ടിട്ട് കമൻറ്റ് ചെയ്യുവാണെന്നുള്ള ഒരു കുഞ്ഞ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു 500 റുപ്പീസാണ്, വേറൊന്നും എൻ്റെ അടുത്തില്ല. അപ്പോൾ ഒരു 500 റുപ്പീസ് ക്യാഷ് ഞാൻ ഗൂഗിൾ പേയിൽ തരാം. പക്ഷേ കറക്റ്റ് ആൻസർ ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടും കണ്ടു നോക്കണം കേട്ടോ. ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. ഇലക്ട്രോണിക് സിറ്റിയിലുള്ള ഒത്തിരി ഫോളോവേഴ്സും അതുപോലെ തന്നെ ഒത്തിരി ഫ്രണ്ട്സും ഒക്കെ എനിക്കുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യുക, അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഈ ഒരു കുഞ്ഞ് ഗിവ് അവേ ആണ്, ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ഒരു ഏരിയ ഞാൻ ഇതിലൂടെയാണ് വരുന്നതെന്നുള്ളത്. ഇതിലേ വന്നിട്ട് ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ റോഡൊക്കെ നല്ല ഫ്രീ ആണ്. കാരണം പൂജ ഹോളിഡേയ്സ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. വഴിയിൽ ചെക്കിങ്ങോ കാര്യങ്ങളോ മറ്റേ പോലീസുകാരൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോരുന്നുണ്ട്. അങ്ങനെ വന്ന് നമ്മൾ കറങ്ങി തിരിഞ്ഞ സ്ഥലമൊന്നും പറയണില്ല. ഇനി എന്തായാലും നിങ്ങൾ കണ്ടു നോക്കിയിട്ട് പറ കേട്ടോ എവിടെയാണോ ഉള്ളതെന്നുള്ളത്. അങ്ങനെ നമ്മൾ കയറി ഇനി ഇവിടുന്ന് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 2 മിനിറ്റ്സ് 3 മിനിറ്റ്സിൽ എനിക്ക് വീട്ടിലേക്ക് എത്താൻ പറ്റും. പക്ഷെ ഞാൻ വീട്ടിലേക്കല്ല പോകുന്നത്, നേരെ പോകുന്ന വഴിക്ക് വെച്ചിട്ട് വീട്ടിലേക്ക് പോണ വഴിക്ക് വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് മിസ്സാവും. അപ്പോൾ ഇനിയാണ് നോക്കണ്ട കേട്ടോ. ഇനി നോക്കിയിട്ട് പറയണേ ഇനി എങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നതെന്നുള്ളത് ഒന്ന് കണ്ടിട്ട് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താ പറയുക പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മൾ വിന്നറെ കിട്ടുവാണെങ്കിൽ ആ ഒരു 500 റുപ്പീസ് ക്യാഷ് പെട്ടെന്ന് തന്നെ ഗൂഗിൾ പേ ചെയ്ത് തരാം കേട്ടോ. അപ്പം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും കണ്ടുകൊണ്ടിരിക്കണം, മറക്കല്ലേ. അതുപോലെ ഇപ്പം നല്ല തിരക്ക് കുറഞ്ഞൊരു സമയമായതുകൊണ്ട് എന്താ പറയുക വൈകുന്നേരം ആയിരുന്നു, ഏകദേശം ഒരു 5:30 എന്തായാലും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ മുമ്പോട്ട് പോകുന്നുണ്ട് ഞാൻ. അപ്പം അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് എന്താ പറയുക നിങ്ങൾക്ക് ഗസ് ചെയ്ത് ഈ ഒരു പ്ലേസ് കറക്റ്റായിട്ട് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗിഫ്റ്റ് ഞാൻ എന്തായാലും ചെയ്തുതരും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേജ് അഞ്ജു മതി എന്നുള്ള പേജും അതുപോലെ തന്നെ റിയ കളക്ഷൻസിൻ്റെ ഒഫീഷ്യൽ എന്നുള്ള പേജും രണ്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാം തന്നെ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ നമ്മൾ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ എന്താ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾ M5 പോയാലോ ലുലു മാളിലാണെന്ന് പറയണ്ട. ഇവിടെ ഒന്നും അല്ല ഞാൻ പോയത്, ഇവിടെ നിന്ന് മുമ്പോട്ടാണ് ഞാൻ പോയിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ട്